ഇന്നത്തെ സ്പെഷ്യൽ വാനില ഫ്ലേവറിലുള്ള ഒരു ടൂട്ടി ഫ്രൂട്ടി കേക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ 1/2 കപ്പ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ മെൽറ്റായി കിട്ടാൻ വേണ്ടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റാകാനായി മാറ്റി വെച്ച ശേഷം ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 1/2 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നേരത്തെ മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ചെയ്താലും മതി. ഇത് കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാനത് ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നു. ബീറ്റർ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. പഞ്ചസാര 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പൊടിച്ച് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും ഇതൊന്ന് മിക്സായി കിട്ടാൻ. അപ്പോൾ പൊടിച്ച് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രോസസ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇത്രയും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാല് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാല് നമ്മളൊന്ന് മാറ്റി വെച്ചിരുന്നാൽ മതിയാകും. ഇത് കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ എന്തായാലും 1/2 കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർക്കുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും. കേക്കിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടും. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിത് യെല്ലോ കളറിൽ തയ്യാറാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് യെല്ലോ കളർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ കറക്റ്റായിട്ടൊരു അളവൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, കുറച്ച് ചേർത്താൽ മതിയാകും. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിംഗ് ആണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദാമാവാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ വളരെ കുറച്ച് ചേർത്ത് തയ്യാറാക്കിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേക്ക്. അപ്പോൾ ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി നേരത്തെ തയ്യാറാക്കിയ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെ ആഡ് ചെയ്ത് കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള റവ കൂടി ഇതിലേക്ക് ചേർക്കണം. 1/2 കപ്പ് റവ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഏകദേശം കൺസിസ്റ്റൻസി കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്ന അമൂലിൻ്റെ മിഠായി മേറ്റാണ്. അപ്പോൾ അതുകൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ചേർത്ത് കഴിഞ്ഞാൽ കേക്കിന് വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇതുകൂടെ ചേർത്ത ശേഷം ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയിട്ടുള്ളൊരു ഫോമിൽ നമുക്ക് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ കേക്കിന് ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്താലും കേക്ക് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഉണ്ടാകില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പം ഞാൻ 2-3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈ കേക്കിൻ്റെ പേര് തന്നെ ടൂട്ടി ഫ്രൂട്ടി വാനില കേക്ക് എന്നാണ്. അപ്പം നമുക്ക് കുറച്ചധികം ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്കും തന്നെ 2 കുഞ്ഞു കൈകൾ ഇതെല്ലാം പറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കേക്കിനായിട്ടുള്ള കാത്തിരിപ്പാണ് അവർ. അപ്പം നമുക്ക് ഈ എടുത്ത് വെച്ച് ടൂട്ടി ഫ്രൂട്ടിയിലേക്ക് കുറച്ച് മൈദമാവ് കൂടെ ചേർക്കാം. നേരത്തെ മാവ് എടുത്ത് വെച്ചിരുന്ന ബൗളിലേക്ക് തന്നെയാണ് ഞാൻ ഈ ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്തിട്ടുള്ളത്. കുറച്ചുകൂടെ മൈദാമാവ് ചേർത്ത് ഇത് ഈക്വലായിട്ടൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഇതിൻ്റെ ബാറ്റർ കാണുന്നത് പോലെ തന്നെ ഈ കേക്ക് തയ്യാറായി കഴിയുമ്പോഴും നല്ല ടേസ്റ്റിയുമാണ്.
അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. എന്തായാലും ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ തന്നെ ഒരു കേക്ക് ട്രേ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ നേരത്തെയുള്ള വീഡിയോയിലും കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് ആ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കുന്നു. അതിനുശേഷം ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്ക് തയ്യാറാക്കുമ്പം എന്തായാലും ബേക്കിംഗ് സോഡ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് ഈ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. അതിനുശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കേക്ക് തയ്യാറായിട്ടുണ്ട്. നമ്മൾ സോഡാപ്പൊടി വളരെ കുറച്ച് മാത്രം ചേർത്തത് കൊണ്ട് ഇതങ്ങനെ ക്രാക്കൊന്നും വന്നിട്ടില്ല അധികം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായി കഴിഞ്ഞു. നല്ലൊരു ടെക്സ്ചറിലും ടേസ്റ്റിലും ഒക്കെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ പേപ്പർ കൂടെ ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഈ കേക്ക്. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്കിതൊന്ന് മറിച്ച് വെച്ച ശേഷം ഇതൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ടൂട്ടി ഫ്രൂട്ടിയും കാര്യങ്ങളും ഒക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, വളരെ സോഫ്റ്റാണ്. നമ്മൾ ഇട്ട് കൊടുത്ത ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഈ കേക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ച് കാണിക്കാം. എനിക്കിത് അത്ര പെർഫെക്റ്റായിട്ട് ചെറിയ പീസസ് ഒന്നും ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം കുട്ടികളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സ്പീഡിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ടൊക്കെ ചെയ്യാം. ഈ ഒരു കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ കേക്കിനെ കുറിച്ച് കൂടുതലായി അറിയാൻ ലാസ്റ്റ് ഭാഗം മറക്കാതെ കാണുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക്